എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട മാതിരി തന്നെ ഒരു ബ്രസീലിൻ്റെ 2026 വേൾഡ് കപ്പിലേക്കുള്ള സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2022 വേൾഡ് കപ്പിലേക്ക് വരുമോ, എന്തൊക്കെയാണ് ഈ വേൾഡ് കപ്പിലേക്ക് പോകുമ്പോൾ ബ്രസീലിന് ഉണ്ടായ മാറ്റങ്ങൾ, എവിടേക്കാണ് അഡ്വാൻറ്റേജസ്, എവിടേക്കാണ് പോരായ്മകൾ കിടക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നോക്കാനായിട്ട് പോകുന്നത്. അത് നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആ ഒരു വേൾഡ് കപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പം ഈ വേൾഡ് കപ്പ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ബെറ്റർ ആണോ അതോ ഫ്ലോപ്പ് ആണോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഈ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ടീമായിരുന്നു, അതായത് ടോപ്പ് 1 ടീമായിരുന്നു, കാൻഡിഡേറ്റ് ആയിരുന്നു ഈ ഒരു ബ്രസീൽ എന്ന് പറയുന്നത്. അതായത് ടോപ്പ് 2 എന്ന് പറയുന്നത് അർജന്റീന, ബ്രസീൽ, ഇവരിൽ രണ്ട് ഈ ടീമിൽ ആരെങ്കിലുമൊക്കെ അടിക്കുന്നതായിരുന്നു അന്നത്തെ പ്രവചനം ഉണ്ടായിരുന്നത്. അതിൽ അർജന്റീന അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു ഈ ഒരു ആ ഒരു വേൾഡ് കപ്പ് ട്രോഫിക്കുള്ള ഒരു കാൻഡിഡേറ്റ്, അങ്ങനത്തെ ഒരു ടീമായിരുന്നു ബ്രസീൽ എന്ന് പറയുന്നത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ. പക്ഷേ ഈ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ ബ്രസീലിന് ആ ഒരു 2022 വേൾഡ് കപ്പിൽ ആ ഒരു ക്വാർട്ടർ ഫൈനലിന് ശേഷം അത്രയും മികച്ചൊരു കാഴ്ചവെച്ച കളിയിൽ നിന്നും അത്ര ആ ഒരു വേൾഡ് കപ്പിൽ കാഴ്ചവെച്ച അത്തരം പ്രകടനങ്ങൾ പോലും കാഴ്ചവെക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഒരു ടീമിൻ്റെ അവസ്ഥ ഉള്ളത് എന്നുള്ളത്. അതായത് ടിറ്റി ആയിരുന്നു 22 വേൾഡ് കപ്പ് പരിശീലനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കുറേ മാനേജേഴ്സൊക്കെ മാറി. അങ്ങനെ അവസാനം കാർലോ ആൻസലോട്ടിൻ്റെ കയ്യിലെത്തി. പിന്നെ നെയ്മർ ജൂനിയർ ആയിരുന്നു ആ ഒരു കീ പ്ലെയർ. ടിറ്റൻ്റെ അണ്ടറിലാണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ 10-15 വർഷത്തെ ബ്രസീലിൻ്റെ ഒരു കീ പ്ലെയർ തന്നെയാണ് ഈ ഒരു നെയ്മർ ജൂനിയർ. ആ നെയ്മർ ജൂനിയർ ഈ ഒരു ബ്രസീലിന് വേണ്ടി പന്ത് തട്ടിയിട്ട് അവസാനമായിട്ട് പന്ത് തട്ടി എനിക്ക് തോന്നുന്നു 2023 നവംബറിലെങ്ങാണ്ടാണ് ആ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈ ഒരു വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇപ്പോൾ നെയ്മറിനെ ഈ ഒരു ആൻസലോട്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ആ ഒരു വേൾഡ് കപ്പ് സ്ക്വാഡൊന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ ഇതിൽ മേജർ മിസ് എന്ന് പറയുന്നത് എഡർ മിലിറ്റാവോ പരിക്ക് കാരണമാണ് ഇല്ലാതെക്കുന്നത്. അതേപോലെ തന്നെ റോഡ്രിഗോ, എസ്താവിയോ, ഈ ഒരു 3 പ്ലെയേഴ്സ് എന്ന് പറയുന്നത് ഷുവർ ഇതായിരുന്നു, ഈ ഒരു സ്ക്വാഡിൽ അംഗങ്ങളാവുന്നുള്ള ഒരു ഷുവർ പ്ലെയേഴ്സ് ആയിരുന്നു. പക്ഷേ നിർഭാഗ്യം വെച്ചാൽ ഈ ഒരു 3 പ്ലെയേഴ്സിനും ഈ ഒരു ഇഞ്ചുറി പിടിപെട്ടിട്ടുണ്ട്. അതായത് ഈ എഡർ മിലിറ്റാവിൻ്റെ ഒക്കെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 2 ACL ഇഞ്ചുറി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അയാൾ ഒന്ന് നോർമലൈസ്ഡ് ആയിട്ട് ഈ സീസണിൽ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ സീസണിലും ഒരു 5-6 മാസം പുറത്തിടുന്നതിന് ശേഷം ആണ് ഈ ഒരു ബയണിനെതിരെ ആ ഒരു ഇതിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ പേടിച്ച പോലെ തന്നെ സംഭവിച്ചു. ആ ഒരു വേൾഡ് കപ്പിന് മുന്നേ ഈ ഒരു മിലിറ്റാവോ പരിക്ക് പറ്റി പുറത്തു പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പിന്നെ എസ്താവിയോനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എസ്താവിയോ എന്ന് പറയുന്നത് ഈ ഒരു വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ ബ്രസീലിൻ്റെ ഒരു ടോപ്പ് ഒരു പ്ലെയർ ആയിരുന്നു. ഒരു ബ്രസീൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോപ്പായിരുന്നു എസ്താവിയോ എന്ന് പറയുന്നത്. കാരണം ആ റൈറ്റ് വിങ്ങിലൊക്കെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലെയർ ആയിരുന്നു. ആ ചെൽസിക്ക് വേണ്ടി നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച് നല്ലൊരു ബിഗ് മാച്ച് പ്ലെയർ കൂടിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയറിനെയും കൂടി നഷ്ടമായി. പിന്നെ റോഡ്രിഗോ നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ 3 പ്ലെയേഴ്സിനെ ഈ ഒരു ഇതിൽ ഷുവറായിട്ട് ആൻസലോട്ടി അവർ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ വിളിക്കുന്ന പ്ലെയേഴ്സ് ആയിരുന്നു. പക്ഷേ നിർഭാഗ്യം വെച്ചാൽ അവരില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു 3 പ്ലെയേഴ്സും ഇല്ല. ഇനി ഇതിൽ മിസ് എന്ന് പറയുന്നത് തിയാഗോ സിൽവയാണ്. തിയാഗോ സിൽവ അപ്പോൾ മിസ്സാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഈ ഒരു വേൾഡ് കപ്പിൽ തിയാഗോ സിൽവനെ വിളിക്കൂല എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ വേൾഡ് കപ്പിന് എൻ്റെ തന്നെ മനസ്സിലാക്കുക. കാരണം പ്രായമായിട്ടുള്ളൊരു പ്ലെയറാണ്. പക്ഷേ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് നല്ല റൂമർ ഉണ്ടായിരുന്നു തിയാഗോ സിൽവ ഈ ഒരു സ്ക്വാഡിൽ ഉണ്ടാകുന്നുള്ളത്. പക്ഷേ ആ തിയാഗോ സിൽവ നോർമലൈസ് ആയില്ല എന്ന് പറയാം. അതേമാതിരി തന്നെ ഈ ഒരു 22 വേൾഡ് കപ്പിന് ശേഷം ഈ ഒരു ബ്രസീൽ ഈ ഒരു ഒഴിവാക്കാൻ ശ്രമിച്ച പ്ലെയേഴ്സിൻ്റെ ഒരു ഇതിൽ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ കാസമീറോ ഉണ്ടായിരുന്നു. കാസമീറോ പക്ഷേ കഴിഞ്ഞ കുറച്ച് ഇതിലൊക്കെ കഴിഞ്ഞ നവംബറിലോ ഈ ഒരു മാർച്ചിലൊക്കെ ഈ ഒരു എനിക്ക് തോന്നുന്നു ആ ഒരു നവംബറിൽ അടക്കം മൂപ്പര ആ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സ്ക്വാഡിൽ ഇടം പിടിച്ചിട്ടുണ്ട് കാസമീറോ എന്തായാലും. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഈ ഒരു ബ്രസീലിൻ്റെ ഏറ്റവും മോശപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് വിങ് ബാക്കുകളുടെ കാര്യത്തിലായിരുന്നു. ഈ സീസണിലും അത്തരം ഒരു മേജർ ഒരു വലിയൊരു വിങ് ബാക്ക് എന്ന് പറയാനൊന്നും ഇപ്പോഴും ബ്രസീലിൻ്റെ കയ്യിലില്ല. ഇനിയിപ്പോൾ കുറേ യങ്സ്റ്റേഴ്സൊക്കെ ഇതിലുണ്ട്. ഇതിൽ ആരെയിലൊക്കെ നല്ലൊരു പ്രോഗ്രാം കാഴ്ചവെക്കുക എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വെസ്ലി റോമയിൽ കളിക്കുന്ന ആ ഒരു വെസ്ലിയൊക്കെ നല്ല രീതിയിൽ ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അത് വേൾഡ് കപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സംഭവം തന്നെയാണ്. പക്ഷേ അതർവൈസ് കഴിഞ്ഞ വേൾഡ് കപ്പിൽ എന്താണോ ബ്രസീലിന് സംഭവിച്ചത് അതെന്തായാലും ഈ പ്രാവശ്യം നടക്കില്ല. അതായത് ഒരു ഗോളിൻ്റെ ലീഡ് അതും 114-ാമത്തെ മിനിറ്റിലോ 115-ാമത്തെ മിനിറ്റിലെങ്ങാണ് നേടിയിട്ട് ഈ ഒരു അറ്റാക്കിങ്ങിലിട്ട് കളിച്ച് അങ്ങനത്തെ ഒരു മൂഞ്ചൽ ഈ പ്രാവശ്യം എന്തായാലും ഉണ്ടാവില്ല. കാരണം ഇവിടെ ആഞ്ചലോട്ടിയാണ് മാനേജർ. ഇപ്പോൾ ബ്രസീലിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരാളും ഈ ഒരു വേൾഡ് കപ്പ് ബ്രസീൽ അടിക്കും എന്നുള്ളത് അത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയില്ല.
പക്ഷേ നമ്മളുടെ ഹോപ്പ് എന്ന് പറയുന്നത് ഇത് ആൻസലോട്ടിയാണ്. ആൻസലോട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുകയാണെങ്കിൽ മേ ബി കഴിഞ്ഞ നമ്മൾ ആ ഒരു മാർച്ചിലെ ഫ്രണ്ട്ലീസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോശപ്പെട്ട റിസൾട്ട് ആണെന്നുണ്ടെങ്കിലും നല്ലൊരു ലിങ്ക് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു ഋതം വന്ന പോലെ പല ആൾക്കാർക്കും തോന്നിയിട്ടുണ്ടാവും. ആ ഒരു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ബ്രസീലിൽ കാണാത്ത തരത്തിലുള്ളൊരു പ്ലേയിങ് ആ ഒരു ഇതിൽ കളിയിൽ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ആദ്യത്തെ മത്സരം എന്ന് പറയുന്നത് മൊറോക്കോക്കെതിരെയാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ സെമി ഫൈനലിസ്റ്റാണ് മൊറോക്കോ, ചില്ലറ ടീമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഹെയ്ത്തി അതുപോലെ തന്നെ സ്കോട്ട്ലാൻഡ് എന്നിങ്ങനെയാണ് ഈ ഗ്രൂപ്പ് സ്റ്റേജിലത്തെ മത്സരങ്ങൾ നടക്കുന്നത്. ഇതൊക്കെ മറികടക്കാൻ എന്തായാലും ബ്രസീലിന് സാധിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു നെയ്മർ ഇല്ലാത്തതാണല്ലോ ഇത്രയും കാലം നമ്മൾ പ്രശ്നമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി നെയ്മർ വരുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ശരിയാകുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആൻസലോട്ടിക്ക് ഈ ഒരു ബ്രസീൽ ടീമിനെയും കൊണ്ട് ആ ഒരു വേൾഡ് കപ്പ് ഫൈനൽ കളിക്കാൻ സാധിക്കുമോ? അതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക. ഓക്കെ.